ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞണ്ട് റോസ്റ്റാണ്, ക്രാബ് റോസ്റ്റ്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ അതിൻ്റെ ഗ്രേവി തന്നെ മതി നമുക്ക് ഒരു പറ ചോറുണ്ണാൻ. അത്രയും രുചികരമാണ്. നമുക്ക് നല്ലൊരു നാടൻ സ്റ്റൈലിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ഞണ്ടാണ്. അത് അത്യാവശ്യം വലുപ്പമുള്ള ഞണ്ട് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു അതിൻ്റെ മാംസവും, അതായത് അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഫ്ലഷൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് ഞണ്ട് കഴിക്കാൻ അത്ര ടേസ്റ്റ് ആവില്ല. ഉള്ളിൽ ആ ഫ്ലഷൊക്കെ കഴിക്കുമ്പോഴാണ് വളരെ രുചികരമായിട്ട് ചോറുണ്ണാൻ സാധിക്കുന്നത്. എനിക്കിവിടെ ഒരു 1 കിലോ ഒരു 7-8 എണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ. ഞാനിവിടെ വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. 3 എണ്ണം എടുത്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 വെളുത്തുള്ളി ഫുള്ളായിട്ടുള്ളത്, അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ചതച്ചത്. ഒരു 5 പച്ചമുളകും 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാലയ്ക്കായിട്ട് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂണ്. അത്യാവശ്യം ക്രഷ് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഞണ്ട് റോസ്റ്റിനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്കൊരു കറിച്ചട്ടിയിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അതുപോലെ വെളുത്തുള്ളി, ഇതും ഞാനിവിടെ ചേർക്കുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. റോസ്റ്റ് പോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് സവാളയൊക്കെ ചേർത്താലാണ് നമുക്ക് നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഗ്രേവി നല്ല തിക്കായി കിട്ടാൻ വേണ്ടി ഞാനൊരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ പുറകെ പറഞ്ഞു തരാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒട്ടും തന്നെ കരിയിച്ചൊന്നും കളയരുത്. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് വരാം. എന്താ നോക്കി, കുറച്ച് സമയമെടുത്താണെങ്കിലും നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ സവാള നന്നായിട്ട് ചേർക്കണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ഗ്രേവി കിട്ടുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് സ്ലോ ചെയ്തിട്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ആദ്യമേ നന്നായിട്ടൊന്ന് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ആകെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ്. വേറൊരു മസാലപ്പൊടികളും ഞണ്ട് റോസ്റ്റിലേക്ക് ചേർക്കേണ്ടത് ആവശ്യമില്ല. അങ്ങനെ ഒണിയൻ്റെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഞണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ നല്ല രീതിയിൽ ഞണ്ടിലേക്ക് പെരണ്ട് വന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ആദ്യമേ കുക്ക് ചെയ്ത് ആ ഞണ്ട് മാത്രം ഒന്ന് മാറ്റിയെടുത്തിട്ട് ആ ഗ്രേവി മാത്രം എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മസാല ഒന്നും കൂടി നല്ല ഫൈനാക്കി എടുക്കാനാണ്. ചെറിയൊരു അരമുറി തേങ്ങയും കൂടി നമുക്കൊന്ന് ചിരണ്ടി എടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ മസാല ഉണ്ടല്ലോ, ആ മസാലയും ആ തേങ്ങയും കൂടി മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. ഇതാണ് നമ്മുടെ സീക്രട്ടായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഫൈനായിട്ടുള്ള ഞണ്ടിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കുന്ന ഈസി വഴി. ഇതേപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ, ഇതാ കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം.
നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത ആ ഒരു കറിച്ചട്ടി ഉണ്ടല്ലോ, അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ആ പേസ്റ്റ് ചേർത്ത് അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിറക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ ഞണ്ട് കഷ്ണങ്ങളും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചും കൂടി ലൂസാക്കി എടുക്കാം. നന്നായി ചെറുതായിട്ടൊന്ന് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കുറച്ച് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. വളരെ എളുപ്പമല്ലേ നമ്മളുടെ ഞണ്ട് റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഞണ്ട് വാങ്ങിക്കുമ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കണം. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് കിട്ടും. ഇത് നമുക്ക് വെള്ളയപ്പത്തിനെ കൂടിയും ഇടിയപ്പത്തിനെ കൂടിയൊക്കെ നന്നായി കഴിക്കാൻ പറ്റിയ നല്ലൊരു, അല്ലെങ്കിൽ പാലപ്പത്തിനെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. ഞണ്ട് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അവസാനം നമുക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഒന്ന് താളിച്ചൊടിക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.